എനിക്ക് ഈ വെയിലെന്ന് പറയുന്ന സാധനം ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് സൂര്യൻ്റെ വില മനസ്സിലാക്കി. പക്ഷെ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടുത്തെ വെയിൽ അടിപൊളിയാണ്. കാര്യം ചെറിയൊരു തണുപ്പുണ്ട്, പിന്നെ വെയിലുമാണ്. അപ്പോൾ അത് അടിപൊളിയാണ്. നമ്മൾ പോകുന്നത് ഒരു പാഴ്സൽ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് എൻ്റെ ആമസോണിൻ്റെ പാഴ്സൽ എൻ്റെ വീട്ടിൽ കൊണ്ട് തരുന്നതിന് ശരിക്കും 4.99 ഞാൻ അടക്കണം. അതായത് നാട്ടിൽ 500 രൂപ ഞാൻ അടക്കണം. എനിക്കത് താല്പര്യമില്ല. സോ ഞാൻ കളക്ഷൻ പോയിന്റ് കൊടുത്തു. നമുക്കത് കളക്ട് ചെയ്യാൻ പോവാം. ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ, ഞാൻ എപ്പോഴും ബസ് കയറാറില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് സ്റ്റോപ്പ്. പക്ഷെ എപ്പോഴില്ല, ഈ ഒരു റൂട്ടിൽ ബസ് പോകുന്നത് ഒരു 1 hour അടുപ്പിച്ചിട്ടാണ്. പിന്നെ അപ്പുറത്തൊക്കെ സ്റ്റോപ്പുകളുണ്ട്. ആ സ്റ്റോപ്പുകളിലൊക്കെ ശരിക്കും ഒരു 20 minutes ഇടവിട്ട് ഉണ്ട് കേട്ടോ ബസ്സൊക്കെ. ശരിക്കും എന്ത് രസമല്ലേ ഈ സംഭവങ്ങളൊക്കെ നോക്കിക്ക്. ഇവിടെ നല്ല രസമാണ്. സ്പ്രിംഗ് ആണ് ശരിക്കും. സ്പ്രിംഗ് കഴിഞ്ഞിട്ടാണല്ലോ ഈ പറയുന്ന സമ്മർ വരുന്നത്. അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു റോഡ് വന്നപ്പോൾ ശരിക്കും സ്റ്റക്കായി കേട്ടോ. കാര്യം ആ വഴിയും പോകാൻ പറ്റും, ഈ വഴിയും പോകാൻ പറ്റും. നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് നമുക്ക് എന്തായാലും നേർവഴിയെ തന്നെ പോവാം. ഈ നാട്ടിലുള്ളപ്പം ഈ ഒരു ടൈം 1:30 കേട്ടോ ഇപ്പോൾ ടൈം എന്ന് പറയുന്നത്. ഇവിടെ 1:30 ഞാൻ പുറത്തോട്ട് വീടിൻ്റെ മുറ്റത്ത് പോലും ഞാൻ ഇറങ്ങത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ തോന്നും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കട്ട വെയിലൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരു തണുപ്പുണ്ട്. അതാണ്, അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്നതുകൊണ്ട് പ്രശ്നം തോന്നില്ല. നാട്ടിൽ ഈ ഒരു 1:30 നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിയർത്ത് കുളിച്ചൊരു പരുവാവൂലേ, ആലോചിക്കാൻ പോലും വയ്യ. ഫുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ ഏരിയ ആണ് കേട്ടോ. കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ഇറങ്ങി തപ്പണം, എല്ലായിടത്തും പോയി തപ്പണം. പിന്നെ തൽക്കാലം ഇപ്പോൾ ജോബൊക്കെ വേറെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പോകണു. കണ്ടില്ലേ, ഇതേ അതൊരു കമ്പനിയാണ്, ഇതൊരു കമ്പനിയാണ്, അവിടെ വേറെ കുറേ കമ്പനീസ് ഉണ്ട്. എന്തിനാണെന്നും അറിയില്ല. കൂടുതലും ബിൽഡിങ് അതുപോലുള്ള സാധനങ്ങളും വെയർഹൗസ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്ത് രസമുണ്ടല്ലേ. പോണ വഴിക്ക് കുറേ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് വീടുകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കൂടുതലുണ്ടല്ലോ അറ്റാച്ച്ഡ് ഹൗസുകളാണ്. അതായത് ഒരു വീടിൻ്റെ വോള് തന്നെ ആയിരിക്കും മറ്റേ വീടിന്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ. പിന്നെ വേറൊരു കാര്യം പ്രശ്നം എന്ന് വെച്ചാലേ, പ്രൈവസി എന്ന് പറയുന്ന സാധനം ഇല്ല. കാര്യം അപ്പുറത്തെ വീട്ടിൽ പറയാനതും എടുക്കുന്നതും ഒക്കെ കുറേയൊക്കെ നമുക്ക് എല്ലാം കേൾക്കാൻ പറ്റില്ല. പക്ഷെ കുറേയൊക്കെ സൗണ്ടും കാര്യങ്ങളില്ല. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം അത് കുറയ്ക്കുന്നതും അതിനോട് അവർ ഓർക്ക് സംസാരിക്കുന്നതൊക്കെ നമുക്ക് സൂപ്പറായിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു പച്ചിപ്പിനകത്ത് ഈ മഞ്ഞ പൂക്കൾ ഇത് അങ്ങോട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇത് പൂവെടുത്ത് അവിടെ ആരോ ഇട്ട പോലെ തോന്നുന്നില്ല നിങ്ങൾക്ക്? ഇത് ശരിക്കും എന്ത് പൂവാണെന്ന് അറിയില്ല കേട്ടോ. ലൈക്ക് ഒരു നമ്മുടെ നാട്ടിൽ ജമന്തി പൂ പോലത്തെ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു. കാണിച്ചു തരാം. കണ്ടില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. വാവ് വാവ് വാവ്. ഞാൻ നടന്ന് 2ാമത്തെ സ്റ്റോപ്പ് എത്തി കേട്ടോ. അപ്പം ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ 2 സ്റ്റോപ്പ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു വഴിക്കാണ് പോണത്. ആ റോഡ് കണ്ടില്ലേ, ഇത് അങ്ങോട്ടാണ് പോകേണ്ടത്. എനിക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടോ. കാര്യം അതുവഴിയാണോ ഇതുവഴിയാണോ എന്നൊരു പിടി കിട്ടണില്ല. എല്ലാം ഒരുപോലെ ഇരിക്കണം, പിന്നെ എങ്ങനെ മനസ്സിലാവണം അല്ലേ. എന്തായാലും നമുക്ക് ഇതുവഴി പോയി നോക്കാം. ഞാൻ എന്തായാലും മാപ്പിട്ട് നോക്കട്ടെ. അതേ ആ കാണുന്ന ഷോപ്പില്ലേ, അങ്ങോട്ടാണ് നമുക്ക് പോകുന്നത്. ദിലിയൻസ് സ്റ്റോർ എന്നാണ് പേര്. ലൈക്ക് പഞ്ചാബീസ് ഇല്ലേ, അവരുടെ ഷോപ്പാണ് പോകുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കളക്ഷൻ പോയിന്റ് കൊടുത്തേക്കുന്നത്. Yesterday or came today? No, it came yesterday.
ആമസോണിൻ്റെ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിയിട്ടോ. ഇത്രയും വലിയ ബോക്സ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ ഒരാളെ ഇവിടെ കൂടെ കൊണ്ടുവന്നേനെ. കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരുന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം കൊണ്ടല്ലോ രസല്ലേ. അങ്ങനെ ആൽത്തറയിൽ കുത്തിയിരുന്നാൽ പോരല്ലോ, നമുക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടേ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോട്ട് നടന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. ഇനി ഈ ബോക്സിൽ എന്താണെന്ന് അറിയണ്ടേ, എനിക്ക് നോക്കണം ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെയാണോ വന്നേക്കുന്നതെന്ന് അറിയണം. സോ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രീക്സിൻ്റെ ഒരു സിറമാണ് കേട്ടോ. ഇത് ഹെയർ സിറമാണ്. ഞാനിത് ശരിക്കും ഒരു 9 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ഹെയർ സിറമാണ്. ഞാൻ ഓയിൽ അങ്ങനെ തേക്കാറില്ല. ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് കഴുകി കളയാണ് ചെയ്യാറ്. സോ അല്ലാതെ യൂസ് ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ ഈ സ്ട്രീക്സിൻ്റെ ഹെയർ സിറം. അടിപൊളിയാണ്, യു ക്യാൻ ട്രൈ. ഈ വലിയ ബോക്സിൽ ശരിക്കും പറഞ്ഞ ഒരു ട്രൈപോഡാണ് കേട്ടോ. അതാണ് ഇത്രയും വലിയ ബോക്സ്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അവസാനമേ ഞാൻ ട്രൈപോഡ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ സാധനം കണ്ടിട്ട് ഞാൻ തന്നെ ഒന്ന് വിചാരിച്ചിട്ടോ, ഇത് സാധനം എന്താണ്. ഇത് കോജി സാൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് സോപ്പാണ്. അതായത് എന്താ പറയുക, എനിക്ക് ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടാനും കാര്യങ്ങളൊക്കെ മാറുന്ന ഒരു സോപ്പാണ്. ഇത് ന്യൂട്രിജനയുടെ ഒരു സൺസ്ക്രീനാണ്. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും കേട്ടോ. എനിക്കുണ്ടല്ലോ റെഡ് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു മേബിലിൻ്റെ റെഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോൾ ഞാനത് എവിടെയോ കളഞ്ഞു. അപ്പോൾ ഒരു റെഡ് ലിപ്സ്റ്റിക്ക് മേടിക്കണം, നല്ലൊരു ബ്രാൻഡ് മേടിക്കണം കുറേ നാളായിട്ട് വിചാരിക്കണം. അങ്ങനെ മാക്കിൻ്റെ റെഡ് ലിപ്സ്റ്റിക് ഞാൻ മേടിച്ചു. അപ്പം ഞാൻ ഇത് ഷെയ്ഡും ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നൊരു വീഡിയോ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഫൈനലി ദിസ് ഈസ് മൈ ന്യൂ ട്രൈപോഡ്. ശരിക്കും എനിക്ക് എന്താ പറയണത്, എൻ്റെ കയ്യിൽ മുന്നേ ഒരു ട്രൈപോഡ് ഇരിപ്പുണ്ടായിരുന്നു, അത് ചീത്തയായിപ്പോയി. അതുകൊണ്ട് ഞാൻ പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെന്താ, ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റിവ്യൂ ഞാൻ പിന്നീട് വീഡിയോസ് ചെയ്തിടുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഞാൻ ഇനി ബാക്കി മൂവി ഇരുന്ന് കാണട്ടെ. ഞാൻ അല്ലെങ്കിലും ഒരു വെടിക്ക് 2 പക്ഷി എന്നാണല്ലോ. ഞാനപ്പോൾ ഈ മൂവി ഇരുന്ന് കണ്ടുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്തെടുത്തതും. അത് കുറേ നേരം ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് തന്നെ വെച്ചിരുന്നു. ആ മൂവിയിൽ ഞാൻ മുഴുകിപ്പോയി. പക്ഷെ ഞാൻ അതിവിടെ കാണിക്കണില്ല. അതെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ, കണ്ടില്ലേ. അപ്പം ഇനി അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.